നമസ്കാരം. നിങ്ങളിന്നിപ്പോൾ ന്യൂസ് ചാനൽസ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് ന്യൂസ് ചാനൽസ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസ് ചാനൽസിന് കിട്ടിയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പി ഇന്ന് മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പല മാധ്യമങ്ങളും അവരവരുടെ സ്റ്റൈലിൽ ചില കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് അവർക്ക് ഏത് രീതിയിലാണോ അത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു റിപ്പോർട്ടിനെ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. കണ്ട സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഓരോരോ ഇൻഡിവിജ്വൽ പോയിൻറ്റ്സൊക്കെ അതിലിങ്ങനെ നോക്കി വായിച്ചു. അപ്പോൾ ആ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. കിട്ടിയ സമയത്ത് അത് ഓൾറെഡി ഒരുപാട് പേജസ് ഇന്ന് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കിട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ അങ്ങനെ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഇടുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ലെങ്തി ആവുമെന്നുള്ളത് അറിയില്ല. പിന്നെ താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ റിപ്പോർട്ടിൽ ആക്ച്വൽ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളെന്താ വെച്ചാൽ ഒരു മുൻവിധിയോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല, അല്ലെങ്കിൽ ന്യൂസ് ചാനൽസിൻ്റെ പോലത്തെ ആ ഒരു സംഭവം കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണക്കാരെന്നുള്ള കണ്ടീഷനിൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് എനിക്കറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാം, എന്താണ് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, എന്താണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നു പോകുന്നത് എന്നുള്ളൊരു ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കരക്കമ്പി എന്താ പറയുക, അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ട സമയത്ത് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത്, അതിന് ജസ്റ്റ് തർജിമ പോലെ, ട്രാൻസ്ലേറ്റ് പോലെ, അല്ലാണ്ട് ഇത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് പറയുന്നൊന്നും കണ്ടില്ല. ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ ജസ്റ്റ് മുന്നേ കണ്ടു. അതായത് ബാബുരാജ് സിദ്ദിഖ് ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിപ്പ് കണ്ടു. അവർ കണ്ടിട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളൂ, വിശദമായി പഠിച്ചതിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാബുരാജിൻ്റെ ഡയലോഗ് കണ്ടു. കണ്ടമാനം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ഈ ചാനലിൽ കാണിക്കുന്നത് ഏതാനും ചില വരികൾ മാത്രമാണ്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വന്നതെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ജനറൽ സെക്രട്ടറി പോലെ നമുക്കെല്ലാവർക്കും ഒന്ന് വിശദമായി പഠിച്ചിട്ട് നമുക്കത് പറയണം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പം ഞാനൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. നമ്മൾ എത്രയോ നാൾ ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം പഠിച്ചിട്ട് അതിന് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. അല്ല, തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ വൈഫ് വാണിയൊക്കെ പറയാറുണ്ട്, പണ്ട് ഇപ്പോൾ പൊള്ളാച്ചിയിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഇവർ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് ഒരു സാരി ഇങ്ങനെ എല്ലാവരും മറച്ചു വെച്ചിട്ടൊക്കെയാണ്. അത് പണ്ടത്തെ കാലം അങ്ങനെയല്ലേ, ഇപ്പോഴെല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ വന്നത്. ഏതൊരു ചെറിയ കുട്ടിക്കും നോക്കിയാൽ കഴിഞ്ഞാൽ ഏത് സിമ്പിളായിട്ടൊരാൾക്കും മനസ്സിലാവുന്ന സംഗതി മാത്രമേ ഈ ഒരു റിപ്പോർട്ടിലുള്ളൂ. മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ, അല്ലാണ്ട് അതിൽ ഭയങ്കര കുലങ്കർഷമായിട്ട് ഒരു എന്താ പറയുക ഈ വേറെ ആസ് എ തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി ആ പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാനെന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള സംഗതികളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പം ഇന്ന സംഗതികൾ നടന്നു, ഇത് നടന്നു, ഇവിടെ ഇത് നടന്നു, അത് നടന്നു, അങ്ങനത്തെ ഒരു സംഗതിയായിട്ടൊന്നും ഇതിലില്ല. പക്ഷേ ചില കേസസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് കിടക്കാം. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവും. 2017 പ്രമുഖ നടി കൊച്ചിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടതിന് ശേഷം WCC, അതായത് സ്ത്രീകളുടെ കൂട്ടായ്മ, ആരാണോ അത് ഫൗണ്ട് ചെയ്ത്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടതിൽ ആരാണോ ആ ഒരു ഫൗണ്ടർ, ആ ഒരു കമ്മിറ്റിയുടെ WCCയുടെ ഫൗണ്ടറായിട്ടുള്ള അവർ പറഞ്ഞത് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ രീതിയിലുള്ള ഒരു ചൂഷണവും എസ്പെഷ്യലി സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നില്ല എന്നാണ് ആ ഫൗണ്ടർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും കോമഡിട്ടോ. വേറാസ് ഇവരൊക്കെ ഇൻഡിവിജ്വൽ ഓരോ പാർട്ടീസിനെയും ഏകദേശം 30 കാറ്റഗറി ആയിട്ട് ഹേമ കമ്മിറ്റി അവർ 30ഓളം ഡിഫറെൻറ്റ് കാറ്റഗറി ആക്ടേഴ്സ്, അതുപോലെ പല ടെക്നീഷ്യൻസ്, ബ്യൂട്ടീഷ്യൻസ്, അങ്ങനെ പല 30 കാറ്റഗറി ഉണ്ടായി. അവരെല്ലാവരെയും പിന്നെ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച സമയത്ത് അവർക്ക് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷന് ശരിക്കും ചൂഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിരിക്കുന്നു. അതവർ എഴുതിയിട്ടുണ്ട്. അതിനുള്ള സപ്പോർട്ടിംഗ് ആയിട്ട് അവരുടെ അടുത്ത് വാട്സാപ്പ് ചാറ്റുകൾ, വീഡിയോ ക്ലിപ്പുകൾ, വോയിസ് റെക്കോർഡ്സ്, കോൾ റെക്കോർഡ്സ്, അങ്ങനത്തെ എല്ലാ സംഗതികളും ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. എന്നാൽ ഈ റിപ്പോർട്ടിൽ എന്താ കാര്യം പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, നമ്മളൊക്കെ മനസ്സിലുള്ള ആഗ്രഹിച്ചിട്ടുള്ള സംഭവം അതാണ്. The sky is full of mysteries with the twinkling stars and the beautiful moon. But scientific investigation revealed that stars do not twinkle, nor does the moon look beautiful. അതുകൊണ്ട്
ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ ഈവൻ സോൾട്ട് ലുക്സ് ഷുഗർ. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ ഈ നക്ഷത്രങ്ങൾ തിളങ്ങുമെന്ന് പറയില്ലേ, നമ്മളങ്ങനെയല്ലേ, നക്ഷത്രങ്ങൾ തിളങ്ങുന്നു, ചന്ദ്രൻ ഭയങ്കര സുന്ദരനാണ് അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സയൻറ്റിഫിക് സ്റ്റഡീസ്, ഇതിനെ പുറകിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്ത് സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് എന്താ, നക്ഷത്രങ്ങൾ തിളങ്ങുന്നില്ല അല്ലേ. ചന്ദ്രൻ എന്ന് പറഞ്ഞ സംഗതി അത്ര വലിയ പിന്നെ ഭയങ്കര സുന്ദരമായിട്ടുള്ള സംഭവമല്ല. ചന്ദ്രൻ ചാന്ത് ഭയങ്കര അല്ലേ, കവികളൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. അതേ ഒരു സംഗതിയാണ് ഇതിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അല്ല വളരെ സൂപ്പറായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സോൾട്ട് പോലും കണ്ടാൽ ഷുഗറായിട്ട് തോന്നുന്നു, ഉപ്പ് പോലും കണ്ടാൽ മധുരിക്കും തോന്നും. പക്ഷെ അതല്ല സിറ്റുവേഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പേജുകളിലേക്ക് പോവാം. ഇതിങ്ങനെ ഫോർമേഷൻ ഓഫ് കമ്മിറ്റി, അവർക്ക് എന്തൊക്കെ സംഗതികൾ ഉണ്ടായി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20ാമത്തെ പേജ്, ഓക്കെ, 20ാമത്തെ കമ്മിറ്റിയിൽ പറയാം മെയിൻ സംഭവം. ഓക്കെ, ഇതൊരിക്കലും അവർ ആരും അഷെയിംഡ് ആക്കാനോ ഒരാളെ എക്സ്പോസ് ചെയ്യാനോ ഇൻഡിവിജ്വൽ നെയിംസ് ആൾക്കാരെ പേരെടുത്തിട്ട് അവർ എക്സ്പോസ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. ഓൺ ദ സെയിം ടൈം അവർക്ക് കാര്യം പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഐഡൻറ്റിറ്റി അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഐഡൻറ്റിറ്റി എന്താ പറയുക, ഒരുപാട് പേര് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ചോദിച്ച ചോദ്യമാണ്, ആൾക്കാരുടെ പേരുകളുണ്ടോ, ഇന്നാളെ പേരുണ്ടോ, ആൾക്കാർ എടുത്ത് പേര് ചോദിച്ച പേരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ മനസ്സിലൊക്കെ ഞാനൊക്കെ ഉദ്ദേശിക്കുന്ന പേര്, ഇന്നാളെ പേരുണ്ടോ, മറ്റാളെ പേരുണ്ടോ. പക്ഷേ അങ്ങനെ പേരുകളും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഡീറ്റെയിൽസ് ഓഫ് വിമൻ ഹു ഹാവ് ഗിവൺ ദ ആൻസേഴ്സ് അത് ഡിസ്ക്ലോസ് ചെയ്യില്ല, അവർ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഓക്കെ, അതവർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്നത് പല കാറ്റഗറിയിലും അവരെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ, ഏകദേശം 30ഓളം കാറ്റഗറി, ആക്ട്രസ്, പ്രൊഡ്യൂസർ, ഇവരെല്ലാവരെയും കൂടി പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സംഭവങ്ങളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട്, കമ്മിറ്റിക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അവർ ഡാൻസേഴ്സിൻ്റെ കാറ്റഗറിയിൽ പറയുന്നുണ്ട് അവർക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ചാൽ പല ആൾക്കാർ ഇതിന് കോപ്പറേറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ വന്നു, എസ്പെഷ്യലി ഡാൻസേഴ്സ്. കാരണം വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് ഈ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ആൾക്കാർ ലീവ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പൊതുവേ ആൾക്കാരൊന്നും പുറത്തെടുത്ത് പറയാത്തൊരു സിറ്റുവേഷൻ കേട്ടോ. അപ്പം നമ്മൾ നേരെ വരുന്നു, വന്ന് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇതിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ പേരൊന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല കേട്ടോ. വേഗമായിട്ട് നമ്മൾ ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് അല്ലെങ്കിൽ ഈ പൊന്തയിലടിക്കുക, പൊന്തേമ തല്ലുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ അത് സംഗതി ഒന്നുമില്ല, ആകെ അടിക്കുക, കാടടക്കുക, അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വളരെ ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് യെസ് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആ നീക്കം ചെയ്ത പേജുകളിൽ അത് ഉണ്ടായിക്കൂടായില്ല. ഓക്കെ, ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ, എന്താണ് ഇവരിതിൽ ഫേസ് ചെയ്തിരുന്നുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ സ്ക്രീനിൽ സൈഡിൽ കാണുന്നുണ്ടായിരിക്കും. സെക്ഷൽ ഡിമാൻഡ്സ് മെയ്ഡ് ടു വുമൻ, അതായത് സെക്ഷൽ ഡിമാൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം അത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ്. ഒരു കാര്യത്തിൽ ആദ്യം തന്നെ പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നത് വെച്ചാൽ മറ്റേത് തൊഴിലിടങ്ങളിലാണെന്നുണ്ടെങ്കിലും അവിടെ സ്ത്രീകൾക്ക് വളരെ ക്ലിയറായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് ചെന്നൊരു ജോലി തേടാൻ, ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞിട്ട് സ്ത്രീക്ക് ഒറ്റയ്ക്ക് വിളിച്ചു നോക്കാനും അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ചെന്ന് ജോലി തേടാനും അവിടെ നിന്ന് വർക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കുള്ള ആ ഒരു ഫ്രീഡം, ആ ഒരു സുരക്ഷയും സേഫ്റ്റി അവർക്ക് ഉള്ളിൽ തന്നെ സ്ത്രീകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഈ രക്ഷിതാക്കളുടെ കൂടെ പോവുക അല്ലേ. നമ്മളൊക്കെ ആരൊക്കെ സംഭവം എന്തെങ്കിലും ചാൻസോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ രക്ഷിതാക്കളുടെ കൂടെയാണ് പോകുക, അല്ലാണ്ട് ഒറ്റയ്ക്കൊരു പോകുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല, എത്ര മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിലും. കാരണം വെച്ചാൽ ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതന്നെ അത് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. ഒന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റ്, അബ്യൂസ്, അസോൾട്ട്. ഓക്കെ, പിന്നെ വിമൻ ടോർച്ചർ ചെയ്യുന്ന സിറ്റുവേഷൻ, അതായത് ഈ അവരുടെ സെക്ഷൽ ഡിമാൻഡ്സിനെ അംഗീകരിക്കാത്ത സമയത്ത്, ഈ അൺവില്ലിങ്നെസ് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് കാണിക്കുന്ന സമയത്ത് അവർക്ക് ടോർച്ചർ. ഓക്കെ, വയലേഷൻ ഓഫ് ഹ്യൂമൻ, ഇത് സെക്ഷൽ കാര്യങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന ഇഷ്യൂസ്, സേഫ്റ്റി, അതായത് ഇവരൊക്കെ ഈ താമസിക്കുന്ന ഹോട്ടൽസിൽ ഒരു നിങ്ങളിന്ന് ന്യൂസിൽ കണ്ടോന്ന് അറിയില്ല, മുട്ടുന്ന സംഭവം, വാതിൽ വന്ന് മുട്ടുന്നു, രാത്രി കിടന്നുറങ്ങാൻ പോലും മുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ നോക്കിംഗ് അല്ല, വാതിലൊക്കെ ഇടിച്ചു പൊളിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് ആ ഒരു രീതിയിൽ ഒരു സേഫ്റ്റിയും കാര്യങ്ങളും ഇല്ലാത്തൊരു സിറ്റുവേഷൻ സ്ത്രീകൾക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are satisfied that women face sexual harassment even from very well known people in the industry. ആ ആൾക്കാരുടെ പേരുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. who were named before the committee. ആരുടെ ഭാഗത്ത് നിന്നാണ് വെൽ നോൺ പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്ന മുഖങ്ങൾ തന്നെ ആയിരിക്കും, നമ്മൾ ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല. ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള എന്താ പറയുക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ട്. ഓക്കെ, ഇതൊരു ഡീറ്റെയിൽ റിപ്പോർട്ടാണ്, ഒരുപാട് പേജസുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അത് പോട്ടെ. ഇതിലുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം കൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇത് ജസ്റ്റ് യൂട്യൂബിൽ വെച്ച സമയത്ത് ആദ്യം കണ്ടത്
ഇത് ഷൈൻ ടോം ചാക്കോനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു. ഈ ഷൈൻ ടോം ചാക്കോനോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ വീണ്ടും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ അത്രയും ഗൗരവമായിട്ടുള്ളൊരു സംഭവം ഗൗരവമായിട്ടൊന്ന് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഗൗരവം അൺലെസ് സർക്കാർ ഡിസൈഡ്സ്, അത് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മൂവി ഇൻഡസ്ട്രിയിൽ ഇതുപോലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തുന്നത്. ആ ഒരു ക്രെഡിറ്റ് ഗോസ് ടു കേരള സർക്കാർ. ഇപ്പോൾ ഉള്ള നമ്മുടെ കേരള ഗവൺമെൻറ്റിനാണ് ആ കംപ്ലീറ്റ് ക്രെഡിറ്റും. കാരണം അവരാണ് ഈ ഒരു സംഗതി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതൊരു ജസ്റ്റ് ഒരു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ഡീറ്റെയിൽ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ പല ആൾക്കാരിലേക്കും ഇതുപോലെ വാട്സാപ്പിലും കാര്യങ്ങളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഓൺ ദ ഹോൾ എനിക്ക് ആ റിപ്പോർട്ട് വായിച്ചതിൽ നിന്ന് നമ്മൾ കേട്ടറിവ് ഉണ്ടായിട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗതികളൊന്നും അതിലില്ല. ഒരുവിധം കേട്ടറിവ് കാര്യങ്ങൾ മാത്രമാണ്. ഒറ്റ കാര്യം മാത്രം പിൻ പോയിൻ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്ന രീതിയിൽ സംഗതികളൊന്നുമില്ല. കാരണം വെച്ചാൽ അത് പ്രൈവസി ഡിസ്ക്ലോസ് ചെയ്യാത്തൊരു സിറ്റുവേഷനാണുള്ളത്. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് സീരിയസ്ലി എനിക്ക് ചോദിച്ച സമയത്ത് ഐ ഡോണ്ട് നോ ഇതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ WCC നിലവിൽ വന്നിട്ട കാര്യം കൊണ്ടാണ് ഇത് ഉണ്ടായത്. ഇമ്പോർട്ടൻ്റ് കാര്യം ഇത്രയധികം കുട്ടികൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ സമയത്തും WCCയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഇതുവരെ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ള അവരുടെ ഭാഗത്തുനിന്നൊരു സംഭവം സർപ്രൈസിങ് ആയി തോന്നി അല്ലേ. ഷോക്കിംഗ് അല്ല, കോമഡി ആയിട്ട് തോന്നി, ഭയങ്കര സർപ്രൈസിങ് ആയി തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ WCCയുടെ ഇപ്പോൾ ഈ WCCയിലെ ഈ ഹേമ കമ്മിറ്റിയുടെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ന്യൂസ് ഇനി ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഇപ്പോൾ ന്യൂസ് ചാനൽസിന് ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെല്ലാം ഏറ്റവും കൂടുതൽ ചാകരയാവാൻ പോകുന്നൊരു കോണ്ടൻറ്റാണ് ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ ഈ റിപ്പോർട്ടിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് സ്ത്രീകൾ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു, ഈവൻ മൈനർ കുട്ടികൾ വരെ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളൊരു സംഗതി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു സംശയം കേട്ടോ, അതൊരു ക്രിമിനൽ കുറ്റമല്ലേ? ആക്ച്വലി അതൊരു ക്രിമിനൽ കുറ്റമാണല്ലോ. അപ്പോൾ ആ ക്രിമിനൽ കുറ്റം വളരെ ക്ലിയറായിട്ട് ഒരാൾ എക്സ്പ്രസ് ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് അതിനെതിരെ കേസ് എടുക്കുന്നില്ല? അതിന് വരും ദിവസങ്ങളിൽ ഇത് കേസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ഇത്രയും സ്പഷ്ടമായിട്ടൊരാളുടെ മൊഴി വന്ന സ്ഥിതിക്ക് ആ വ്യക്തിയോ വ്യക്തികൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, കാരണം ഇതൊന്ന് മനസ്സിലാക്കിയോടത്തോളം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ നമ്മൾ ഒരാളെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പല ആൾക്കാർക്കും സെയിം റിപ്പീറ്റഡ് സിറ്റുവേഷനിൽ റിപ്പീറ്റഡ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഹി ഷുഡ് ബി ബുക്ക്ഡ് അല്ലേ. അയാളൊരു ക്രിമിനൽ ഇതിനൊരു പീഡന കേസിന് വേണ്ടിയിട്ട് അയാളെ ബുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അത് എന്തായാലും കേസ് എടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചറിൽ എന്താവും ഇതിൻ്റെ ഔട്ട്കം, സർക്കാർ ഇതെന്താണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റിയാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റീനെ വെക്കുകയോ സർക്കാർ എന്നുള്ള കാര്യങ്ങളും അറിയില്ല.